ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു റിച്ച് സ്ട്രീംസ്. അപ്പോൾ നമ്മൾ കാണും ഗൈസ്, ഇന്നും കാണും ഗൈസ്, പറയാൻ പോകുന്ന ഒരു കഥയും കാണിക്കുകയാണ് ഗൈസ്. നമ്മൾ കഷ്ടപ്പെട്ടെടുത്തൊരു വണ്ടിയുണ്ട്. പണ്ടെടുത്ത വണ്ടിയാണ്. അത് ഞാൻ യൂട്യൂബിലൊന്നും ഇതുവരെയായിട്ട് ഇട്ടിട്ടില്ല. ഇന്ന് ഗൈസ് ഞാൻ ആ വണ്ടി റിവീൽ ചെയ്യാൻ പോവുകയാണ്. ഇത് കണ്ടോ, 3, 2, 1. ഇതാണ് നമ്മളെ വണ്ടി. ഇത് പറയുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ളൊരു വണ്ടിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ ഞാൻ ഓട്ടിച്ചിട്ടുള്ള വണ്ടി ഇത് തന്നെയാണ്. ഓട്ടിച്ചിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഞാൻ ഇപ്പം എടുക്കുന്ന വണ്ടി ഇതാണ്. അല്ലാതെ ഞാൻ എൻ്റെ M5 തന്നെയാണ്. ഇതായിരുന്നു എൻ്റെ M5 വരുന്നതിന് മുമ്പ് എൻ്റെ മെയിൻ വണ്ടി. ഈ വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തോനെ കംബാക്ക് സ്റ്റോറികളുണ്ട്. ചെറുതായിട്ടൊന്നുമല്ല, തോനെ ഉണ്ട് ഈ വണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ. തോനെ സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ രീതിയിലൊന്നും അല്ല. ഒരു തവണ നമ്മളെ ഈ വണ്ടി ഞാനിങ്ങൾക്ക് ഒരു തവണ പോയി ഇടിച്ചിട്ടുണ്ട്. ഈ വണ്ടിയിൽ നല്ല കണക്കുള്ളൊരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട്. അതിൽ വണ്ടിയുടെ ഫ്രണ്ട് ഭാഗം ഫുള്ള് പോയായിരുന്നു. വണ്ടി ചപ്പി കണക്കായി പോയായിരുന്നു. എന്നിട്ട് ഞാൻ വണ്ടി വീണ്ടും റീബിൽഡ് ചെയ്തെടുത്തു. ഞാൻ റീബിൽഡ് ചെയ്തെടുത്തു. അങ്ങനെ വന്നൊരു മുതലാണ് ഈ കാണുന്ന സാധനം. ഞാൻ ആദ്യം ഇതിൻ്റെ ആളുടെ ഇതൊന്നും അല്ലായിരുന്നു, വേറൊരു കളറായിരുന്നു, വേറൊരു സിൽവറായിരുന്നു എൻ്റെ ആൾ. അപ്പോൾ ഞാൻ പിന്നെ ബ്ലാക്കിലോട്ട് കൺവേർട്ട് ചെയ്ത് സെറ്റാക്കി. എൻജിൻ റൂമൊക്കെ ഫുള്ള് ഇടിച്ച ഇടിയിൽ തന്നെ എല്ലാ ഇമ്പാക്റ്റും അകത്തോട്ട് ഇടിച്ച്, അകത്തോട്ട് ഇമ്പാക്റ്റ് വലുതായിട്ടൊന്നും വന്നില്ല. പക്ഷെ ഇടിച്ച ഇടിയിൽ ഈ എൻജിൻ റൂം ഫുള്ള് ചപ്പിപ്പോയി. നമ്മൾ പിന്നെ റീബിൽഡ് ചെയ്യാതെ എടുക്കണമെന്നുള്ള ഒറ്റൊരു ഇതിൽ റീബിൽഡ് ചെയ്ത് എടുത്ത ഒരു മുതലാണ് ഈ സാധനം, കാണുന്ന സാധനം. മറ്റേ ബാക്കും ഒക്കെ ആണെങ്കിലും ബാക്കിനും നല്ലൊരിത് പറ്റിയിട്ടുണ്ട്. കാരണം വണ്ടി ഇടിച്ചങ്ങ് കയറിയിട്ടങ്ങ് മറിഞ്ഞു വണ്ടി. പറയുകയാണെങ്കിൽ ഈ വണ്ടിക്ക് തോന്നെ സ്റ്റോറികളുണ്ട്. ഈ പറഞ്ഞാൽ ഇതൊരു വികാരം തന്നെയാണ് ഈ വണ്ടി. സൂപ്പറെന്ന് വെച്ചാൽ സൂപ്പർ വണ്ടിയായിരുന്നു. ഈ വണ്ടി കണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓട്ടിക്കുന്നതും കിട്ടുന്നൊരു ഫീലുണ്ട്. വണ്ടി 100-ലേക്ക് 100-ലേക്ക് പോകുന്നു. 100-ലേക്ക് പോകുമ്പോഴത്തേക്കും സുഖമായിട്ട് 100 കയറും. ഇപ്പം തന്നെ 100 അടിച്ചു. പിന്നെ വണ്ടി കണക്കെ സെറ്റാണ്. വണ്ടിക്കൊരു കുഴപ്പമില്ല. വണ്ടി കണക്കെ 100, 130, 150, 160, 120, 180 എല്ലാം സുഖമായിട്ട് കയറും. പിന്നെ കണക്ക് വണ്ടി കണക്ക് പറയാനാണെങ്കിൽ തോന്നെ കുറച്ച് അധികം ഇതുണ്ട് വണ്ടിക്ക്. ഇത് കണക്ക് പൊളി വണ്ടി എന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഇത് തന്നെ. ഗെയിമിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റിയൽ ലൈഫിൽ എനിക്ക് ഒരിക്കലും ഇത് ഇഷ്ടപ്പെടത്തില്ല. ഗെയിമിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. റിയൽ ലൈഫിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഇരിക്കുന്ന ഈ റിറ്റ്സ് തന്നെ. ഇതിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതൊരു MPV ആണ്. അതുകൊണ്ട് പിന്നെ MPV ആയതുകൊണ്ട് എനിക്കിഷ്ടം. അതങ്ങനെ വണ്ടി നല്ല ലുക്കും ഉണ്ട്. പണിഞ്ഞെടുത്തപ്പം അത്യാവശ്യം കോസ്റ്റ് എല്ലാം കൂടെ നല്ലതായിരുന്നു പൈസ. പിന്നെ
വണ്ടി കാണാൻ ലുക്ക് തന്നെയാണ്. ഇപ്പം ഇടിച്ചേനെ ഗൈസ്, ഇപ്പം ഇടിച്ചേനെ. ഞാൻ ജസ്റ്റ് മിസ്സിന് വെട്ടിച്ച് വന്നേ. നമ്മൾ റോങ് വേ ആയിപ്പോയി. നമ്മൾ തിരിച്ചു കയറാൻ പാടാണ്. അതുകൊണ്ട് നമ്മളൊന്ന് തിരിച്ചെടുക്കട്ടെ. ആ ഇടിച്ച സമയത്ത് വീഡിയോ എൻ്റെ കയ്യിൽ ഇപ്പോഴും കിടപ്പുണ്ട് ഗൈസ്. ഞാൻ കാണിച്ചു തരാൻ വണ്ടിയുടെ വീഡിയോ. ഗൈസ് ഇതാണ് ഗൈസ് നമ്മളെ വണ്ടി ഇടിച്ചപ്പോൾ ഉള്ള വീഡിയോ കാണും ഗൈസ്. വണ്ടി ഫുള്ള് ടോട്ടൽ ലോസ് ആയിപ്പോയി ഗൈസ്. അപ്പുറത്തൊരു വണ്ടി കിടക്കുന്നുണ്ട് ഗൈസ്. അതാണ് ഗൈസ് എൻ്റെ കൂടെ ഇടിച്ച വണ്ടിയും. നമുക്ക് ഫുള്ള് ടോട്ടൽ ലോസ് ആയി പോകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്തോട്ട് ഇമ്പാക്റ്റ് ഒന്നും വന്നില്ല, പക്ഷേ പുറം ഫുള്ള് ഇമ്പാക്റ്റ് ആയിപ്പോയി. എൻ്റെ ബോണറ്റൊക്കെ തുറന്ന വല്ലാത്ത കഷ്ടപ്പാടിലാണ് തുറന്നത്. ബോണറ്റ് തുറന്നിട്ടുള്ള ഇതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ഈ ഒരു സൈഡ് മുഴുവൻ പോയി. തുറന്നു കഴിഞ്ഞാൽ എന്താ ഫുള്ള് പോയി. വണ്ടിയുടെ എൻജിൻ ഉൾപ്പെടെ ചളിങ്ങിപ്പോയി. അമ്മാതിരി സീനായിരുന്നു വണ്ടി കണക്ക്. ഞാൻ വണ്ടിയുടെ ബാക്ക് ഡിക്കിങ് ആണെങ്കിൽ വലിയ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഫുള്ള് ചളിങ്ങിയായിരുന്നു. ഡിക്കിയും ബമ്പറും കൂടെ ചളിങ്ങി. എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പുറത്ത് ഓപ്പോസിറ്റിൽ നിന്ന് വണ്ടി കയറി വന്നപ്പം ഞാൻ പെട്ടെന്ന് ഇതാക്കിയപ്പോൾ എൻ്റെ ഈ സൈഡ് ഇടിച്ചപ്പോൾ ഞാൻ ഇതിനകത്ത് ഒന്ന് ഇടിച്ച് ഇതിൽ ഇവിടെ വളഞ്ഞു വരെ പോയി. ഇവിടെ എന്തോ അവിടെയും വളഞ്ഞു ഇവിടെയും വളഞ്ഞു. മാരി ഇടിച്ച് വണ്ടി ഫുള്ള് പോയി. അതിനും കാര്യങ്ങൾ രക്ഷപ്പെട്ട് ഞാൻ അങ്ങനെ വണ്ടി എനിക്ക് പണിഞ്ഞെടുക്കണമെന്ന് അത്രയ്ക്കൊരു ഇതുകൊണ്ടുള്ള വണ്ടിയായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഞാൻ പണിഞ്ഞ് ഇങ്ങനെ എടുത്ത് വണ്ടി ഫുള്ളി ടോട്ടൽ ലോസ് ആയിരുന്നു. ബാക്ക് ഫുള്ള് പോയായിരുന്നു വണ്ടി, എൻജിൻ ഉൾപ്പെടെ പോയി. നമ്മളിപ്പം പവറാക്കി ആ ഇടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ വന്നുകൊണ്ടിരുന്നപ്പോൾ വണ്ടി ഇതാണ് ഇതാക്കി വെച്ചിരിക്കുന്നത്. ഞാൻ ഇങ്ങനെ വന്നപ്പോൾ പെട്ടെന്ന് ഈ വണ്ടി ഓപ്പോസിറ്റ് നിന്ന് വരുന്നുണ്ട്. ഞാൻ ഇപ്പുറത്തോട്ട് ഇടിച്ച് ഈ വണ്ടി ചെന്ന് ഇടിച്ചിട്ട് സൈഡിലത്തെ ഇതിൽ ഇടിച്ച് വണ്ടി മറിഞ്ഞ് എൻ്റെ ഈ വണ്ടി മറിഞ്ഞ് വന്നേ. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വണ്ടി അതുകൊണ്ട് ആ ഒരു കാര്യം കൊണ്ടാണ് ഞാൻ വണ്ടി കാണാൻ കൊടുക്കാത്തത്. ശരിക്കും പറഞ്ഞാൽ ഈ വണ്ടി നമുക്ക് ഒരു കാരണം കൊണ്ടില്ലായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തേനെ. ഇത് വേറെ എത്ര വണ്ടികൾ ഞാൻ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാമോ? എൻ്റെ കയ്യിൽ തന്നെ തോനെ BMW ഉണ്ടായിരുന്നു. അതിൽ എത്ര വണ്ടി ഞാൻ കൊടുത്തെന്ന് അറിയാമോ? ഇത്ര ഉള്ള ഈ ഒരു കുഞ്ഞ് വീഡിയോ. ബൈ.